കൃഷ്ണ ശ്രദ്ധിച്ചോ, ഈ അമ്മച്ചി കുറച്ച് നേരമായിട്ട് നമ്മുടെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പുതുപ്പള്ളി വരുന്നത് അന്നേരം തൊട്ട് ഞാൻ അവിടെ വണ്ടി കയറിയത്. ഇവിടെ വന്ന് എവിടുന്ന വണ്ടി കയറിയത്? പൊങ്ങന്താനം. എന്തായിരുന്നു വണ്ടി കാര്യം? അടിവെല്ലാം പറ്റിക്കാനോ? കാണാൻ വേണ്ടി മാത്രം. സാറിന്റെ പ്രവർത്തികളും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. വളരെ സന്തോഷമാണ്, സംതൃപ്തിയാണ്. അമ്മയുടെ വീട് എവിടാ? പൊങ്ങന്താനം ശാന്തിനഗർ. ഓക്കെ, പേരെന്താ? രാജമ്മ. അപ്പൊ അമ്മ നീണാണ് പാടട്ടെ, ഞാൻ ഒന്ന് ഹഗ് ചെയ്ത് അമ്മ കേട്ടോ. സാറിനെ കാണാൻ പറ്റാഞ്ഞിട്ട് കണ്ടു, ഒരു ഷേക്കാൻ തന്നു. എന്നാലും നിങ്ങൾ പോകുന്നു, ഞാൻ ഓടി ബസ്സിൽ കയറി. എന്താ പേര്? സുനില. ഇങ്ങനെ ഓടുന്നവരുടെ എല്ലാം പേര് ഞാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, ഹരിത കർമ്മസേനയുടെ വോളണ്ടിയേഴ്സ് എസ്കെനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. തൊഴിലാളിയാണ്. അവിടോട്ട് നിൽക്കോ? എവിടെയാ വർക്കിംഗ്? എവിടെയാ നിങ്ങൾ? ഞങ്ങൾ പുതുപ്പള്ളി. ഹരിത കർമ്മസേനയാണോ? നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ? ചൂടിന്റെ പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ ചൂടടിച്ച് നമ്മുടെ ഇടപാട് തീർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ രാസലഹരി കേരളത്തിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബശ്രീ എന്തിയെ? ഇത് കുടുംബശ്രീയാണോ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. കുടുംബശ്രീയുടെ പ്രവർത്തകരാണ് ഞാൻ ബാലസഭയുടെ പുതുപ്പള്ളിയുടെ RP ആണ്. ഈ ബാലസഭ നമ്മുടെ വാർഡിലുള്ള മുഴുവൻ കുടുംബശ്രീകളിലും ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി വരുന്നു. ഇതിനു വേണ്ട ശക്തമായ പോരാട്ടത്തിൽ ഞങ്ങളും തയ്യാറാണ്. നമ്മൾ ഒന്നിച്ച് കാസർഗോഡ് വരെ പോകും. അത്രയേ ഉള്ളൂ. ഇത് നിർത്തുക. അതെ, റെഡി. അപ്പൊ എന്തായാലും നമ്മളെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അപ്പൊ എന്താണാവോ? ഞാനേ ഒരുമ്പട്ടന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ കൂടിയാണ്. ഒരുമ്പട്ട ഞാൻ ടീമിലുണ്ട്. ഇതിലുണ്ടോ? ഓക്കെ, വളരെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനിയിപ്പോ വിജയകുമാർ, നമുക്കിനി മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അതിനു മുമ്പ് ഈ രാസലഹരി MDMA ഒക്കെ തന്നെ ഒരു മാരകമായ ലഹരിയാണ്. നമ്മൾ ഒരുപാട് വേദികളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ചില തത്സമയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു.